ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസനത്തിലും തൊഴിൽ മേഖലയിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസ് ബജറ്റ് സെഷന്റെ രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കും. ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. CBSE 12ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിനായി ഈ വർഷം മുതൽ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം നടപ്പാക്കും. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ വെസ്റ്റ് ഇൻഡീസിന് 30 റൺസ് ജയം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ശക്തമായ അടിസ്ഥാന സൌകര്യ വികസനത്തിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും വളർച്ചയ്ക്കുമായി സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് ഊന്നൽ നൽകിയിട്ടുണ്ടെന്നും ലോക്സഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ശ്രീമതി സീതാരാമൻ പറഞ്ഞു. 5 പ്രാദേശിക മെഡിക്കൽ ഹബ്ബുകൾ രാജ്യത്ത് മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. आइकॉनिक टूरिज्म सेंटर्स का अनाउंसमेंट की, उसको साथ साथ जॉब से भी जोड़ने वाली एक स्कीम है. 10,000 टूरिस्ट गाइड्स को हम तैयार करेंगे इसी साल. 20 आइकॉनिक सेंटर्स टूरिज्म सेंटर्स में होंगे वो, और 12 वीक का ट्रेनिंग जो ऑनलाइन भी पर्सन टू पर्सन भी होगा. इससे ट्रेन्ड टूरिस्ट गाइड्स ये आइकॉनिक सेंटर्स में अपने रोजगार बढ़ावा कर सकते हैं. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം കുറച്ചു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ കേന്ദ്രമന്ത്രി തള്ളി. ഈ വർഷം 25 ലക്ഷം കോടിയിലധികം രൂപ സംസ്ഥാനങ്ങൾക്ക് കൈമാറുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഡാറ്റാ സെന്ററുകളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യസഭയിലും ബജറ്റിന്മേൽ സജീവ ചർച്ച നടന്നു. യുവജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ, സംരംഭകർ എന്നിവർക്ക് ബജറ്റിൽ ഊന്നൽ നൽകുന്നതായി ചർച്ചയ്ക്ക് തുടക്കമിട്ട് BJPയിൽ നിന്നുള്ള അശോക് ചവാൻ പറഞ്ഞു. അതേസമയം ബജറ്റിൽ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് IUMLന്റെ ഹാരിസ് ബീരാൻ ആരോപിച്ചു. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ഭേദഗതി ബിൽ 2026 തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 1926 ട്രേഡ് യൂണിയൻസ് നിയമം, 1946 ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് നിയമം, 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് നിയമം എന്നിവയ്ക്ക് പകരമായി 2020 ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് കൊണ്ടുവന്നിരുന്നു. ഇതുമൂലം ചില നിയമങ്ങളിലുണ്ടായ സങ്കീർണതകൾ ഒഴിവാക്കാനാണ് ഭേദഗതിയെന്ന് ബില്ലിന്റെ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്ന പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. കൊമേഴ്സ് മേഖലയുമായി ബന്ധപ്പെട്ട പരാതികളിൽ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിലൂടെ കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഈ വർഷം ജനുവരി വരെയുള്ള കാലയളവിൽ ഉപഭോക്താക്കൾക്ക് ഏകദേശം 37 കോടി രൂപയുടെ റീഫണ്ട് നൽകാൻ സാധിച്ചതായി കേന്ദ്ര സർക്കാർ. ഉപഭോക്താക്കളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനുമാണ് ഉപഭോക്തൃകാര്യ വകുപ്പ് മുൻഗണന നൽകുന്നതെന്ന് ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ കേന്ദ്ര സഹമന്ത്രി BL വർമ്മ പറഞ്ഞു. ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉപഭോക്തൃ സംരക്ഷണ കൊമേഴ്സ് നിയമങ്ങൾ 2020 വിജ്ഞാപനം ചെയ്തിട്ടുണ്ടെന്നും ശ്രീ വർമ്മ പറഞ്ഞു. ബജറ്റ് ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയെ തെറ്റിദ്ധരിപ്പിച്ചതായും ഇതിനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകുമെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശ്രീ രാഹുൽ ഗാന്ധി വ്യാജ ആരോപണങ്ങളാണ് ഉന്നയിച്ചതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിനെയും കേന്ദ്രമന്ത്രി വിമർശിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസ് ബജറ്റ് സെഷന്റെ രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കും. മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയാണ് രണ്ടാം ഘട്ടം. അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ചില പോരായ്മകൾ ഉള്ളതായി ലോക്സഭാ സെക്രട്ടേറിയറ്റ് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് നിരസിക്കാമായിരുന്നുവെങ്കിലും നോട്ടീസിലെ പോരായ്മകൾ പരിഹരിച്ച് നടപടിക്രമങ്ങൾക്കനുസൃതമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ലോക്സഭാ സെക്രട്ടേറിയറ്റിനോട് നിർദ്ദേശിച്ചു. 118 പേരാണ് നോട്ടീസിൽ ഒപ്പുവച്ചത്. CBSE 12ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിനായി ഈ വർഷം മുതൽ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം നടപ്പാക്കും. കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ്
OSM സംവിധാനം അവതരിപ്പിക്കാൻ ബോർഡ് തീരുമാനിച്ചതെന്ന് CBSE പരീക്ഷാ കൺട്രോളർ സന്യാം ഭരദ്വാജ് പറഞ്ഞു. അതേസമയം CBSE 10ാം ക്ലാസ് മൂല്യനിർണ്ണയം പരമ്പരാഗത രീതിയിൽ തുടരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തിന്റെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കുന്നത് സംബന്ധിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. ദേശീയ ഗീതവും ദേശീയ ഗാനവും ഒന്നിച്ച് അവതരിപ്പിക്കുമ്പോൾ വന്ദേ മാതരം ആദ്യം ആലപിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. വിശദാംശങ്ങളിലേക്ക്. രാഷ്ട്രപതിയുടെ ആഗമനം, ദേശീയ പതാക ഉയർത്തൽ, ഗവർണർമാരുടെ പ്രസംഗം തുടങ്ങിയ പ്രധാന ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരത്തിന്റെ 6 ചരണങ്ങളുള്ള പൂർണ്ണരൂപം ആലപിക്കുകയോ പ്ലേ ചെയ്യുകയോ വേണമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. സിവിൽ ഇൻവെസ്റ്റിറ്റ്യൂസ് ചടങ്ങുകൾ, ഔദ്യോഗിക സംസ്ഥാന ചടങ്ങുകളിലും സർക്കാർ സംഘടിപ്പിക്കുന്ന മറ്റു പരിപാടികളിലും രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും വരവിലും മടക്കത്തിലും ദേശീയ ഗീതത്തിന്റെ ഔദ്യോഗിക പതിപ്പാണ് അവതരിപ്പിക്കേണ്ടത്. ആകാശവാണിയിലൂടെയും ടെലിവിഷനിലൂടെയും രാഷ്ട്രപതി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നതിന് തൊട്ട് മുൻപും ശേഷവും പരേഡിൽ ദേശീയ പതാക കൊണ്ടുവരുമ്പോഴും വന്ദേമാതരം അവതരിപ്പിക്കണമെന്നും ദേശീയ ഗീതം ആലപിക്കുന്ന സമയത്ത് ആദരസൂചകമായി എഴുന്നേറ്റ് നിൽക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോൾസ് റോയ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തുഫാൻ എർജിൻ ബിൽഗിച്ചുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനും രാജ്യത്തെ യുവജനതയുമായി സഹകരിക്കുന്നതിനുമുള്ള റോൾസ് റോയ്സിന്റെ താൽപര്യത്തെ സ്വാഗതം ചെയ്യുന്നതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആലുവ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ട്രെയിൻ സർവീസുകളിൽ റെയിൽവേ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് ആലുവയിൽ അധിക സ്റ്റോപ്പ് അനുവദിച്ചു. ഷൊർണൂർ തൃശൂർ പാസഞ്ചർ ആലുവ വരെ നീട്ടുകയും അധിക സ്റ്റോപ്പുകൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് ആലുവയിൽ നിന്ന് ആരംഭിച്ച് കണ്ണൂർ വരെ നീട്ടി. ശിവരാത്രി പ്രമാണിച്ച് വൻതോതിൽ എത്തുന്ന തീർത്ഥാടകരുടെ യാത്രാക്ലേശം പരിഹരിക്കാനാണ് നടപടി. സംസ്ഥാനത്ത് 79 നിയോജക മണ്ഡലങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിലെ തന്നെ ഏക ഗോത്രവർഗ ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിയിലെ 3 പോളിംഗ് സ്റ്റേഷനുകളിലെയും നോട്ടീസ് നൽകിയ മുഴുവൻ വോട്ടർമാരുടെയും ഹിയറിംഗ് നടപടി പൂർത്തീകരിച്ചു. അർഹരായ മുഴുവൻ വോട്ടർമാരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായി നിശ്ചയിച്ചതിനേക്കാൾ 2 ദിവസം മുൻപേ നടപടികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. ഈ മാസം 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. കുംഭം 1 13-ന് രാവിലെ 5-ന് നട തുറന്ന് പൂജകൾ ആരംഭിക്കും. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി 17-ന് നട അടയ്ക്കും. പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ വെസ്റ്റ് ഇൻഡീസിന് 30 റൺസ് ജയം. വിൻഡീസ് ഉയർത്തിയ 197 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന് 19 ഓവറിൽ 166 റൺ നേടുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ ശ്രീലങ്ക ഒമാനെയും നേപ്പാൾ ഇറ്റലിയെയും ഇന്ത്യ നമീബിയയെയും നേരിടും. രാത്രി 7 മണിക്ക് ഡൽഹിയിലാണ് ഇന്ത്യ നമീബിയ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യക്കെതിരെ ബെൽജിയത്തിന് ജയം. റൂർക്കേലയിലെ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 1-നെതിരെ 3 ഗോളുകൾക്കാണ് ബെൽജിയം വിജയിച്ചത്. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ അർജന്റീനയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസനത്തിലും തൊഴിൽ മേഖലയിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസ് ബജറ്റ് സെഷന്റെ 2ാം ഘട്ടത്തിൽ പരിഗണിക്കും. ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കുന്നത് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. CBSE 12ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിനായി ഈ വർഷം മുതൽ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം നടപ്പാക്കും. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ വെസ്റ്റ് ഇൻഡീസിന് 30 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.